മാപ്പിളക്കോൽക്കളിയിൽ ചരിത്രം സൃഷ്ടിക്കാൻ കോഴിക്കോട്ടെ വനിതകൾ. സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരമാണ് വനിതകൾ കോൽക്കളി പരിശീലനം നേടിയത്. 28-ന് ഇവർ അരങ്ങേറ്റം കുറിക്കും. വടക്കൻ കേരളത്തിന്റെ നാടൻ കലാരൂപമായ മാപ്പിളക്കോൽക്കളിയിൽ ഇനി കോഴിക്കോട്ടെ പെൺപെരുമ മുഴങ്ങും. പുരുഷന്മാരുടെ കുത്തകയായ മാപ്പിളക്കോൽക്കളിയിൽ ഒരു ചുവടുമാറ്റം ഒരുക്കി അമ്പരപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം വനിതകൾ. കോൽക്കളി അധ്യാപകൻ മുഹമ്മദ് ജനീഷിന് കീഴിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി 28-ന് അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. മാപ്പിളക്കോൽക്കളി എന്ന വിഭാഗത്തിലാണ് ഇവരിപ്പോൾ അരങ്ങേറാൻ പോകുന്നത്. മാപ്പിളക്കോൽക്കളി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ്, പഠിക്കാനും കളരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പഠിച്ചെടുക്കാനും കുറച്ച് പ്രയാസമുള്ളൊരു സംഗതിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും പ്രായമായ സ്ത്രീകൾ വന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം പ്രായം കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ ഇവർക്ക് ശരീരം വഴങ്ങോ, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പഠിപ്പിച്ച് തുടങ്ങി ഒരു 2-2.5 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇതിനോട് കൂടുതലായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സംഗതി നല്ലൊരു രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 32 മുതൽ 64 വയസ്സുവരെയുള്ള 28 പേരാണ് കോൽക്കളി സംഘത്തിലുള്ളത്. കലോത്സവ നഗരിയിൽ മാത്രം പരിചിതമായ കോൽക്കളി പഠിക്കാൻ അവസരം ലഭിച്ചത് പലർക്കും പുത്തൻ അനുഭവമായി. ഒരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് പഠിക്കണം എന്നല്ല. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഇങ്ങനെ ഈ യുനെസ്കോൻ്റെ ഇതും കൂടി ഇവിടെ ഇങ്ങനൊരു സാംസ്കാരിക നിലയുണ്ടായി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ വീട്ടമ്മമാരും ഇവിടെ ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല, 7 to 70 വരെയുള്ള ഏജുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ വീട്ടമ്മമാരും വന്ന് വീട്ടിലെ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കോൽക്കളി പഠിച്ചു അരങ്ങേറാൻ പോവുകയാണ്. ഇവിടെ വന്നപ്പം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് കോലാട്ടം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ കോൽക്കളി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടഫാണെന്ന് തോന്നി. പക്ഷേ മാഷയുടെ ആ ഒരു ശിക്ഷണത്തിലും ആത്മാർത്ഥതയിലും ഇത് പഠിച്ച് മുന്നോട്ട് പോയി. വനിതകൾക്കൊപ്പം ഒരു പുരുഷനും സംഘത്തിലുണ്ട്. 300-ലേറെ വർഷം പഴക്കമുള്ള മാപ്പിള കോൽക്കളിയിൽ ആദ്യമായാണ് വനിതകൾ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. ഭാവിയിൽ സാംസ്കാരിക സദസ്സുകളിൽ ഉൾപ്പെടെ പരിപാടികൾ അവതരിപ്പിച്ച് കോൽക്കളിയെ വീണ്ടും ജനകീയമാക്കാനാണ് ഇവരുടെ തീരുമാനം. വനിതകൾ കൈവച്ച മേഖലകളെല്ലാം വിജയം കൈവരിച്ച ചരിത്രമേ കോഴിക്കോട് നിന്ന് പറയാനുള്ളൂ. ഇത്തവണ മാപ്പിള കോൽക്കളിയിലാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ സജീദ് അറിയലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.